നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരു ഹാപ്പി റിപ്പബ്ലിക് ഡേ ആശംസിച്ചുകൊണ്ട് തുടങ്ങട്ടെ. നിങ്ങളെല്ലാവരും ഇന്നത്തെ പത്രങ്ങൾ കണ്ടു കാണും, ഒരുമാതിരി എല്ലാ പത്രവും. അതിൽ എന്താണെങ്കിലും കണ്ടില്ലെങ്കിലും മറ്റു പത്രങ്ങൾ നോക്കുന്ന കൂട്ടത്തിൽ അറിയാതെയാണെങ്കിൽ പോലും ദേശാഭിമാനി നോക്കാൻ മടിക്കരുത്. ദേശാഭിമാനി നോക്കാൻ ഇന്ന് കേരളീയ മലയാളികൾക്ക് പൊതുവിൽ സന്തോഷകരമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ടുള്ള പലവിധ അവാർഡുകളും മലയാളികൾക്ക് കൊടുക്കുന്ന അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിലേറ്റവും മുമ്പിൽ നിൽക്കുന്നത് പത്മവിഭൂഷൺ കിട്ടിയ VS അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ, പിന്നെ പത്മവിഭൂഷൺ കിട്ടിയ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, കൊല്ലിക്കൽ ദേവകിയമ്മ, കലാമണ്ഡലം ബിമലാമേനോൻ തുടങ്ങിയവർക്കുണ്ട്. പിന്നെ മറ്റ് കാറ്റഗറിയിൽപ്പെട്ട ധാരാളം അവാർഡുകൾ വേറെയുമുണ്ട്. പക്ഷേ ഞാൻ ഈ പത്രത്തിൻ്റെ ഞാൻ മംഗളം എന്ന് പറഞ്ഞ ഒരു പത്രമാണ് നിങ്ങളെ ഉയർത്തി കാണിക്കുന്നത്. പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ സർക്കുലേഷൻ കൂടെ സാധാരണഗതിയിൽ ചെറിയ മാതൃഭൂമി മനോരമയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ലോ സർക്കുലേഷനുള്ള പത്രമാണെങ്കിൽ പോലും ആ പത്രത്തിൽ പോലും ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ ഉള്ള പ്രധാനപ്പെട്ട വാർത്തകൾ ഉയരെ പെൺകൊടി എന്ന് പറഞ്ഞാൽ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊടി ഉയർത്തുന്ന പരിപാടി, പിന്നെ അടിമുടി ദുരൂഹത, പൗരത്വ ബില്ല് വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പുനഃക്രമീകരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ അടിമുടി ദുരൂഹത, പിന്നെ ചെറിയ ഹോളത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം. ഈ ഫ്രണ്ട് പേജിൽ ഒരു സ്ഥലത്ത് പോലും ഈ അവാർഡുകൾ, ഇത്രയും അവാർഡുകൾ VS ഉൾപ്പെടെയുള്ള, വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള, മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാതിരിക്കുന്നത്? കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടും ജ്യോതി ബാസുവും എല്ലാം ഇത്തരം അവാർഡുകൾ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കും, ഞങ്ങൾക്ക് ഈ അവാർഡ് താല്പര്യമില്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇന്ന നയങ്ങൾക്ക് ഞങ്ങൾ എതിരാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ അവാർഡ് പ്രധാനമന്ത്രിയിൽ നിന്ന് സ്വീകരിക്കാൻ താല്പര്യമില്ല. പക്ഷേ വാജ്പേയി പോലും സ്വീകരിച്ചിട്ടുണ്ട്. നരസിംഹറാവു എന്ന് വാജ്പേയി പോലും അവാർഡ് സ്വീകരിച്ച ചരിത്രവും നമുക്കുണ്ട്. പക്ഷേ ഇവിടെ സാമാന്യഗതിയിൽ കേരള ഗവൺമെൻറ്റിന് വിരോധം വരത്തക്കതായ ആരുമില്ല. ഏത് സമയത്തും മോഡിയോട് കെട്ടിപ്പിടിക്കാനും സ്വീകരിക്കാനും വെമ്പൽ കൊള്ളുന്ന പിണറായിക്ക് മോഡിയിൽ നിന്ന് അവാർഡ് മേടിക്കുന്നതായിരിക്കില്ല പ്രശ്നം. പിന്നെ രണ്ടാമത് അടുത്ത് പറയുന്നത് ജസ്റ്റിസ് KT തോമസിന് അവാർഡ് കൊടുക്കുന്നതിനും മോഡിക്ക് പ്രശ്നം കാണില്ല. V നാരായണന് കൊടുക്കുന്നതിലും പ്രശ്നം. പഴയകാല ഒരു പത്രപ്രവർത്തനാണ്, ജന്മഭൂമിയുടെ പത്രപ്രവർത്തനായിരുന്നു, RSSുമായിട്ട് പഴയകാല പത്രപ്രവർത്തനാണ്. കലാമണ്ഡലം ബിമലാമേനോന് കൊടുക്കുന്നതിലും പ്രതിഷേധം കാണില്ല. കൊല്ലിക്കൽ ദേവകിയമ്മയ്ക്ക് കൊടുക്കുന്നതിനും കാണില്ല. മമ്മൂട്ടിക്ക് കൊടുക്കുന്നതിനും കാണില്ല. പിന്നെ ആരോടാണ് പിണറായി വിജയന് അസഹിഷ്ണുത? ഈ അവാർഡിൻ്റെ പേരിൽ വാർത്ത തമസ്കരിക്കാൻ മാത്രം, ദേശാഭിമാനിയിൽ ഈ വാർത്ത തമസ്കരിക്കാൻ മാത്രം ഇതിന് പ്രേരകമായത് ആരാണ്? ഇതാണ് അറിയേണ്ടത്. ആ പക പിണറായി വിജയൻ എത്ര ചെറിയ മനുഷ്യനാണെന്ന് അറിയാനുള്ള ഒരു അവസരം കൂടിയാണിത്. അദ്ദേഹത്തെ പാടിപ്പുകഴ്ത്തുന്നവരെ, കാരണഭൂതനും തിരുവാതിര കളിക്കുന്നവരെല്ലാം ഓർക്കുക, വളരെ ചെറിയൊരു മനസ്സ്, സങ്കുചിതമായൊരു മനസ്സിൻ്റെ ഉടമയും കൂടിയാണ്. VSൻ്റെ മകനെ മത്സരിപ്പിക്കാൻ നോക്കുകയാണ്. VSൻ്റെ കുറവ് 10 വോട്ട് കിട്ടാനുള്ള ഏത് കലാപരിപാടിക്ക് നോക്കും. VSൻ്റെ മകനെ മത്സരിപ്പിക്കാൻ നോക്കുന്ന സമയത്ത് VSൻ്റെ ഒരു പേരൊഴികെ ബാക്കി ഒന്നും പിണറായി വിജയനെ അസ്വസ്ഥമാക്കാനുള്ള പേരുകളില്ല. മമ്മൂട്ടിക്ക് കൊടുക്കുന്ന സന്തോഷമല്ലേ? കൈരളി TVയിലും എല്ലാ അടുത്ത വർഷത്തിൻ്റെ എല്ലാ പരിപാടികളിലും മുന്നിൽ നിന്ന് സഹകരിക്കുന്ന സാംസ്കാരിക നായകനാണ് മമ്മൂട്ടി. മമ്മൂട്ടി കൊടുക്കുന്നതിൽ പരാതി വരേണ്ട ആവശ്യമില്ല, മറ്റാർക്കും കൊടുക്കുന്നതിൽ പരാതി വരേണ്ട ആവശ്യമില്ല. KT തോമസ് ഒരു കോൺട്രവേഴ്ഷ്യൽ ഫിഗറല്ല. പഴയ സുപ്രീം കോടതി ജസ്റ്റിസ് എന്നുള്ളതിൽ മാന്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളിലും. വെള്ളാപ്പള്ളി നടേശനാണ് ഇപ്പോൾ ഒക്കെ ചങ്ങാതിയാണ്. പിണറായി വിജയൻ്റെ എല്ലാ കാര്യങ്ങളും ഊണും ഉറക്കവും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് വെള്ളാപ്പള്ളിയാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി കൊടുക്കുന്നതിൽ 100% സന്തോഷം കാണുള്ളൂ. പിന്നെ എതിർപ്പ് വരേണ്ട ഒറ്റയാളോടെ ഉള്ളൂ. ആരോടാ? VS അച്യുതാനന്ദനാണ് ഇന്ന് ഏറ്റവും വലിയ തടസ്സമായിട്ട്. അച്യുതാനന്ദൻ്റെ സാന്നിധ്യം, അച്യുതാനന്ദൻ്റെ പ്രസൻസ്, അച്യുതാനന്ദൻ്റെ സ്പിരിറ്റ്, അതാണിന്ന് CPMനെ ഒന്നുകൂടെ കച്ചവട സ്ഥാപനമാക്കാനുള്ള പിണറായിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തട നിൽക്കുന്നത് അച്യുതാനന്ദനാണ്. അച്യുതാനന്ദൻ എങ്ങനെ അച്യുതാനന്ദൻ്റെ ആ ഓർമ്മകൾ തടസ്സം നിൽക്കുന്നത് എങ്ങനെ ഒഴിവാക്കാൻ നോക്കുകയാണ്. ഗാന്ധിയുടെ ഓർമ്മ ഒഴിവാക്കാൻ BJP നോക്കുന്നുണ്ട് ഇവിടെ, അല്ലേ? ഗാന്ധി പല കാര്യങ്ങൾക്കും പലർക്കും തടസ്സമാണ്. ഇവിടെ അച്യുതാനന്ദനെ കൊടുത്ത അവാർഡ് പത്മവിഭൂഷണാണ്. അച്യുതാനന്ദൻ്റെ മകൻ അതിനെ സ്വാഗതം ചെയ്ത് കഴിഞ്ഞു. ഇനി മകൻ ഇവിടെ ടിക്കറ്റ് കൊടുക്കണമെന്നില്ല. അതുപോലെ പോകും പിണറായിയുടെ പക. എന്തുകൊണ്ട് ദേശാഭിമാനി പോലൊരു പത്രം, എത്രയോ ദേശാഭിമാനി 1-2 വ്യക്തികളുടെ സ്വകാര്യ മുതലാളിയും അദാനിയോ അംബാനിയോ അല്ലെങ്കിൽ പുതിയ രവിപിള്ളയെ തുടങ്ങിയ പത്രമല്ലിത്. എത്രയോ പാവം പിടിച്ച തൊഴിലാളികളുടെ വരുമാനം, താഴെക്കെട്ടുള്ള തൊഴിലാളികളിൽ നിന്നും ഡെയിലി പിരിവായിട്ടും മറ്റു രീതിയിലും പിരിച്ചെടുത്ത് ഉണ്ടാക്കിയ പൈസയാണിത്. ആ പൈസ ആ തുക കൊണ്ട് മിച്ചിച്ച് തുടങ്ങിയ തുക കൊണ്ട് തുടങ്ങിയ ദേശാഭിമാനി ഇന്ന് വളർന്ന് പന്തലിച്ച് ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറി. അതിന് കൈകാര്യം ചെയ്യുന്നവരുടെ പേര് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. സാന്റിയാഗോ മാർട്ടിനും അവരുടെയൊക്കെ സഹായം ഇതിന് മേടിച്ചിട്ടുണ്ട്. മറ്റേ മലബാർ സിമൻറ്റ് കേസിൽ അവരുടെ ചാക്കി രാധാകൃഷ്ണൻ്റെ സഹായം മേടിച്ചിട്ടുണ്ട് EP ജയരാജൻ ഇരുന്ന കാലത്ത്. അപ്പോൾ അങ്ങനെ ആ രീതിയിലേക്ക് ഷെയ്ഡി ഡീലായപ്പോൾ തൊട്ട് ഇവരുടെ കണ്ണിലെ കരടാണ് ആര്? അച്യുതാനന്ദൻ. കാരണം ഇവരുടെ ഇത്തരം ഡീലുകൾക്കെല്ലാം എതിര് നിന്ന അച്യുതാനന്ദനാണ്.
അപ്പോൾ അച്യുതാനന്ദൻ്റെ പേര് യാതൊരു കാരണവശാലും ഫ്രണ്ട് പേജിൽ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ വരരുതേ എന്ന് തീരുമാനിച്ച ആ കുടില ബുദ്ധി അതെങ്ങനെ CPM സഖാക്കൾ സഹിക്കും? ഒന്ന് ചോദിച്ചു നോക്കുക. എന്തിനാണ് നിങ്ങൾ ദേശാഭിമാനി വരുന്നത്? എന്തിനാണ്? ഹൈദരാബാദിലെ മഹിളാ അസോസിയേഷൻ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒറ്റ സീറ്റ് അവിടെ ജയിക്കുമോ? കേരളത്തിന് പുറത്ത് ഒരു സീറ്റ് സ്വതന്ത്രമായിട്ട് ജയിക്കാൻ അതിന് വലിയ സമ്മേളനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പെൺകൊടി ഉയരെ എത്ര ഉയർത്തും നിങ്ങൾ? ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ പറ്റുമോ? അത്രയ്ക്ക് മാത്രം ജനപിന്തുണ നഷ്ടപ്പെട്ട, അതായത് ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ മറക്കരുത്, ശ്രീകാകുളവും തെലങ്കാനയും ശ്രീകാകുളവും ഉൾപ്പെട്ട ഹൈദരാബാദ് നമ്മുടെ പുന്നപ്ര വയലാറെന്ന് പറയുന്ന പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ പ്രാധാന്യമുള്ള സ്ഥലമാണ് തെലങ്കാനയും പുന്നപ്ര വയലാറും. അവിടുത്തെ ഒരു പാർട്ടിയില്ലോടെ അത് വേറെ കാര്യം. സമ്മേളനം നടത്തുകയാണ്. അതിനാണ് ദേശാഭിമാനിയിലെ ഏറ്റവും ടോപ്പ് പോസ്റ്റർ. രണ്ടാമത് നമ്മുടെ പൗരത്വ ബില്ലിൻ്റെ പരിശോധനയിൽ തള്ളപ്പെടുന്നവർ. അപ്പോൾ ഈ തള്ളപ്പെടുന്ന ആൾക്കാരുടെ എണ്ണത്തെക്കുറിച്ച് പറയുന്നത് അതൊക്കെ പ്രത്യേകം വേറെ പറയേണ്ട കേസാണ്, വിശദീകരിച്ച് പറയേണ്ട, ചർച്ച വേണ്ടതാണ്. പക്ഷെ മറിച്ച് ഇത് വളരെ സിമ്പിളായൊരു കേസാണ്. എല്ലാ പത്രങ്ങളും എഴുതിയിട്ടുണ്ട്, ഇവിടെ ചരിത്രം എഴുതിയിട്ടുണ്ട്, ജീവിതത്തിൽ എഴുതിയിട്ടുണ്ട്. അച്യുതാനന്ദന് കൊടുക്കാൻ താമസിച്ചു പോയില്ല എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ഒന്ന് പ്രതീക്ഷിക്കുന്നു, നാളെ പിണറായിയെ കാത്തിരിക്കുന്നത് BJPയുമായി അതിര് കടന്ന സൗഹൃദത്തിൽ കൂടെ പിണറായി നേടാൻ ഉദ്ദേശിക്കുന്നതൊന്നും അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി ഒരുപക്ഷെ ആദ്യമായി ഭാരതരത്നം മേടിക്കുന്നത് പിണറായി ആയാലും നമ്മൾ അത്ഭുതപ്പെടണം. അത്രയ്ക്ക് മാത്രം വിധേയത്വത്തോടു കൂടി BJPയോട് പിണറായി പെരുമാറുകയാണ്. ഈ അവാർഡിനൊക്കെ പിണറായി വേണമെന്ന് വയ്ക്കും. പിണറായിക്ക് അത് കിട്ടുമ്പോൾ ഭാരതരത്നം കിട്ടുകയാണെങ്കിൽ അത് രണ്ട് കൈ നീട്ടി മേടിക്കാനായിട്ട് ചെല്ലുകയും ചെയ്യും. കാരണം അദാനെ കാർക്കിച്ചു തുപ്പി അദാനെ പുറത്താക്കാൻ വേണ്ടി എയർപോർട്ടിൻ്റെ സമരം തൊട്ട് അദാനിക്കെതിരായി ഏറ്റവും കൂടുതൽ തെറി പറഞ്ഞ പിണറായി വിജയൻ, കൊള്ളക്കാരനെ വിളിച്ച പിണറായി വിജയൻ, കടൽ കൊള്ളക്കാരനെ വിളിച്ച പിണറായി വിജയൻ, ഇന്നലെ അദാനിയുടെ വിഴിഞ്ഞം രണ്ടാം ഘട്ട ഉദ്ഘാടന സമയത്ത് സ്റ്റേജിൽ നിൽക്കുന്ന ചിരിച്ച് കളിച്ച് നിൽക്കുന്ന വാസവൻ വിജയനൊക്കെ നിൽക്കുന്ന പടം കണ്ടാൽ ഇത്രമാത്രം ഉൾപ്പില്ലാതെ അഭിനയിക്കാൻ ഇവർക്ക് എങ്ങനെ പറ്റും എന്ന് നമ്മൾ സംശയിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത് പത്രാധിപർക്കുള്ള കത്തായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലും ഇത് നിങ്ങൾ അറിയിക്കുക. ദേശാഭിമാനി കാണിച്ചത് വൃത്തികെട്ട നാറിയ പരിപാടി എന്ന് പറഞ്ഞാൽ പോലും കുഴപ്പമില്ല, അതാണ് കാണിച്ചിരിക്കുന്നത്. അതിന് പാർട്ടിയിൽ നിന്ന് തന്നെയാണ് അതിന് എതിർപ്പ് വരേണ്ടത്. അല്ലെങ്കിൽ ഈ മനുഷ്യൻ നിങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങളുടെ കണ്ണ് കെട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ണ് ഞെട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ നിൽക്കാൻ പോകുന്നത് വല്ല സെപ്റ്റിക് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് തള്ളിയിടാനായിട്ട് CPMനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കേണ്ടത്. നിങ്ങൾ ചെറുത്തേ പറ്റൂ. നിങ്ങൾക്ക് ചെറുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കേരളത്തിൽ ദൗർഭാഗ്യകരമായ പല സംഭവങ്ങളും ഉണ്ടാകും. അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങളുടെ ജാഗ്രതയാണ്, സഖാക്കളുടെ ജാഗ്രതയാണ് ആവശ്യം. ആ ജാഗ്രത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.